ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് സെൽഫ് എസ്റ്റീം അഥവാ ആത്മാഭിമാനം എന്നതിനെ കുറിച്ചാണ്. ചിലരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, എന്നെ ആർക്കും വേണ്ട, ഞാൻ പറയുന്നത് ആരും അംഗീകരിക്കുന്നില്ല, എനിക്കൊരു വിലയും തരുന്നില്ല. ഇതിനൊക്കെ കാരണം എന്താണ്? എനിക്ക് എന്നെക്കുറിച്ച് ആത്മാഭിമാനം ഇല്ലാത്തത് കൊണ്ട് അല്ലേ? ഇങ്ങനെയുള്ള വ്യക്തികൾ സ്വയം കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരുടെ കുറ്റങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. സെൽഫ് എസ്റ്റീമിന്റെ ആദ്യ പിതാവായിട്ട് അറിയപ്പെടുന്നത് നഥാനിയേൽ ബ്രാൻഡൻ എന്ന സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം പറയുന്നു, സെൽഫ് എസ്റ്റീം എന്നാൽ സെൽഫ് എഫിക്കസിയും സെൽഫ് റെസ്പെക്റ്റും ചേർന്നതാണ്. സെൽഫ് എഫിക്കസി എന്ന ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ്. സെൽഫ് റെസ്പെക്റ്റ് എന്നാൽ സ്നേഹം, വിജയം, സന്തോഷം ഇവ അനുഭവിക്കാൻ അവകാശപ്പെട്ട വ്യക്തി ഞാനാണ് എന്നുള്ളൊരു അഭിമാനം. നഥാനിയേൽ ഒരാളുടെ സെൽഫ് എസ്റ്റീം വളർത്താൻ 6 പില്ലേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നു. 1, ലിവിങ് കോൺഷ്യസ്ലി, അതായത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ചിന്തകൾക്കും ഉൾക്കാഴ്ചകൾക്കും ശ്രദ്ധ കൊടുക്കുക, യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുക. ഐക്യത്തിന്റെ ആത്മീയതയിൽ ഉള്ളില് ആത്മാവിന്റെ സ്വരം കേൾക്കുക എന്ന് നാം പഠിക്കുന്നു. 2ാമത്തെ കാര്യം സെൽഫ് അക്സെപ്റ്റൻസ്, അതായത് എൻ്റെ കുറവുകളും എൻ്റെ കഴിവുകളും കണ്ടുപിടിച്ച് അവ അംഗീകരിക്കുക. 3ാമതായി പറയുന്നത് സെൽഫ് റെസ്പോൺസിബിലിറ്റി ആണ്. എൻ്റെ ചിന്തകൾക്കും സ്വഭാവത്തിനും കാരണം ഞാൻ തന്നെയാണ്, ആരെയും എനിക്ക് പഴിചാരാൻ സാധിക്കുകയില്ല എന്ന സത്യം നാം സ്വയം അംഗീകരിക്കുക. എൻ്റെ സന്തോഷത്തിനും വിജയത്തിനും വ്യക്തിത്വത്തിനും ഉത്തരവാദി ഞാൻ തന്നെയാണ്, മറ്റാരുമല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. 4ാമത്തെ കാര്യം സെൽഫ് അസെപ്റ്റീവ്നെസ് ആണ്. ബൈബിളിൽ നാം കേട്ടിട്ടുണ്ട്, വചനത്തിൽ വായിച്ചിട്ടുണ്ട്, സത്യം സ്നേഹത്തിൽ സംസാരിക്കുവിൻ. പറയേണ്ട കാര്യം വ്യക്തമായി മറ്റുള്ളവരോട് പറയാൻ പ്രാക്ടീസ് ചെയ്യണം. 5ാമത്തെ പില്ലർ ലിവിങ് പർപ്പസ്ഫുള്ളി, ലക്ഷ്യബോധത്തോടെ ജീവിക്കണം. ലക്ഷ്യം സാധിക്കാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ നാം തയ്യാറാക്കി അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം. അവസാനമായി പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയാണ്. ഞാൻ വിശ്വസിക്കുന്ന മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്ന് തന്നെയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. ഇങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഒരു യുണീക്കായ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് മനസ്സിലാക്കി എൻ്റെ കഴിവുകളെ വളർത്തി എൻ്റെ ആത്മാഭിമാനം വളർത്തി ജീവിതം നമുക്ക് ആസ്വാദ്യകരമാക്കിക്കൂടെ?